ക്ഷേത്രങ്ങളിൽ RSS ഗണഗീതം ആലപിച്ചതിലും വിപ്ലവഗാനം ആലപിച്ചതിലും കർശനമായ നടപടിയുമായി ദേവസ്വം ബോർഡ് കടയ്ക്കൽ ദേവീക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിട്ടതായും കൊല്ലം മഞ്ഞിപ്പുഴ ക്ഷേത്രോപദേശക സമിതി ഉടൻ പിരിച്ചുവിടുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ഇത്തരം നടപടികൾ കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവഗാനം വിവാദമായതിന് പിന്നാലെ കടയ്ക്കലിൽ തന്നെയുള്ള മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ ഗണഗീതം പാടി എന്നൊരു വിഷയം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ പരാതി ദേവസ്വം ബോർഡിന് മുമ്പാകെ വന്നു, പോലീസിന് മുൻപാകെ വന്നിട്ടുണ്ട്. അതായത് ഇത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഈ കൊടിയും തോരണങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടൊരു പരാതി വരുന്നത്. ഉപദേശക സമിതിക്ക് നോട്ടീസ് കൊടുത്തു, ഇത് പെട്ടെന്ന് ഇളക്കി മാറണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇളക്കി പറ്റിയില്ല എന്ന് മാത്രമല്ല, അവരന്ന് വൈകുന്നേരം തന്നെ ഗണഗീതവും കൂടി പാടുന്നൊരവസ്ഥയിലേക്ക് വന്നു. എന്തായാലും റിപ്പോർട്ട് ഇന്നിപ്പം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ ഉപദേശക സമിതി പിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയ പാർട്ടികളുടെയോ മത സാമുദായിക സംഘടനകളുടെയോ കൊടിയോ ചിഹ്നമോ എന്ന് മാത്രമല്ല, സാമ്യമുള്ളതായിട്ടുള്ള കൊടിയോ ചിഹ്നമോ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കോടതി ഉത്തരവ്. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായി ബോർഡ് മുന്നോട്ട് പോകും. ഉപദേശക സമിതി പിരിച്ചുവിടുക തന്നെ ചെയ്യും. കാവിക്കൊടി വയ്ക്കുമ്പോൾ അത് RSSൻ്റെതാണോ, അല്ലെങ്കിൽ അത് ക്ഷേത്രത്തിൽ കാവിക്ക് നിരോധനം ഇല്ലല്ലോ, ഇത്തരം ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു. ഇത്തരം ചർച്ചകളൊക്കെ അന്ന് കോടതി വിധി വന്നപ്പോഴും വന്നതാണ്. പക്ഷേ കോടതി കൃത്യമായി തന്നെ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികളുടെയോ മത സാമുദായിക സംഘടനകളുടെയോ കൊടിയോ ചിഹ്നമോ എന്ന് മാത്രമല്ല, ഏകവർണ്ണത്തിലുള്ള സാമ്യതയുള്ള കൊടികൾ പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉപദേശക സമിതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഉപദേശക സമിതിയുടെ ഒരു കൊടി എന്ന് പറഞ്ഞാൽ വയ്ക്കുകയാണ്. ഒരു ഏകവർണ്ണ കൊടിയും വെച്ചിട്ട് അതിനകത്ത് ഇന്ന ഉപദേശക സമിതി ഇരിക്കുകയാണ്. ഉപദേശക സമിതി അങ്ങനെ ഒരു കൊടിയില്ല. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ആ റിപ്പോർട്ട് ലഭിച്ചു. പിന്നെ അതിനൊരു അനന്തര നടപടികൾ എങ്ങനെയാണ്? കടയ്ക്കലിലെ ഒരു ഉത്സവ കമ്മിറ്റിയാണ് അത് നടത്തിയെന്നാണ് ISPയുടെ റിപ്പോർട്ട്. അതനുസരിച്ച് ഉത്സവ കമ്മിറ്റി ആണെങ്കിൽ പോലും ഉപദേശക സമിതിക്ക് ഒരു ജാഗ്രതക്കുറവുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഉപദേശക സമിതിയെ പിരിച്ചുവിട്ട്, മാത്രമല്ല പിന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കും ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട്, ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ട്. അവർക്കൊരു നോട്ടീസ് കൊടുത്ത് വിശദീകരണം കൂടി വാങ്ങാനും കൂടി തീരുമാനിച്ചു. ഉപദേശക സമിതികൾക്കെതിരെ കർശന നടപടി പിരിച്ചുവിട്ട് നടപടികളുമായി മുന്നോട്ട് പോവുകയും മാത്രമല്ല ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.